നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. SSF 32ാമത് കാവുംപുറം സെക്ടർ സാഹിത്യോത്സവത്തിന് തുടക്കമായി. കലഹിക്കുന്ന വരികൾ എന്ന ആശയത്തിൽ നടക്കുന്ന SSF 32ാമത് കാവുംപുറം സെക്ടർ സാഹിത്യോത്സവ് കക്കഞ്ചിറ യൂണിറ്റിലെ പള്ളിപ്പടി അഹ്ദലിയ സുന്നി മദ്രസയിൽ നടക്കും. മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാഹിത്യ പ്രഭാഷണം SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ഫളൽ ഹാസനി കരേക്കാട് നിർവഹിച്ചു. ആലുക്കൽ മുഹമ്മദ് ബഷീർ ഹാജി പതാക ഉയർത്തി. സയ്യിദ് സിനാൻ അൽ ബുഖാരി കാളിയാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സെക്ടർ പ്രസിഡന്റ് ഹബീബുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് സലാഹുദ്ദീൻ സഖാഫി, ഇബ്രാഹിം അൽ അഹ്സനി, അഷ്റഫ് CK, OK ഇബ്രാഹിം ഹാജി, OK അബൂബക്കർ ഹാജി, KP മുസ്തഫ, ഇബ്രാഹിം സഖാഫി എന്നിവർ പ്രസംഗിക്കും. യൂനുസ് സഖാഫി സ്വാഗതവും സുഹൈൽ സഖാഫി നന്ദിയും പറഞ്ഞു. 9 യൂണിറ്റുകളിൽ നിന്നായി 6 വിഭാഗങ്ങളിൽ 150 ഇനങ്ങളിലായി 500-ൽ പരം കലാപ്രതിഭകൾ പരിപാടിയിൽ മാറ്റുരക്കും. സമാപന സംഗമം SYS ജില്ലാ പ്രവർത്തന സമിതി അംഗം അബ്ദുൽ നാസർ കാളിയാല ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് സോൺ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥനാ കർമ്മം നിർവഹിക്കും. CK അബ്ദുൽ കരീം ഹാജി, O അബ്ദു ഹാജി എന്നിവർ പ്രഭാഷണം നടത്തും. മിദ്ലാജ് സ്വാഗതവും ഇബ്രാഹിം സഖാഫി നന്ദിയും പറയുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാവുംപുറം. സാഹിത്യോത്സവിലാണ് നാമുള്ളത്. സാഹിത്യോത്സവ് ഈ സമൂഹത്തിന് നൽകിയ ഉപകാരങ്ങള് അതിൻ്റെ തോതനുസരിച്ച്, അതിൻ്റെ തോതിൻ്റെ പവർ അനുസരിച്ച് ഒരു വർഷം പോലും ഒന്ന് നിർത്തിവെക്കാൻ ഈ സംഘടനയ്ക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മഹത്വം. ലോകം തന്നെ വിറങ്ങലിച്ചുകൊണ്ട് റൂമുകളിലും വീടുകളിലും കഴിഞ്ഞിരുന്ന നമ്മുടെ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ പോലും നമുക്ക് അനുവദനീയമായ പരിമിതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് SSF സാഹിത്യോത്സവ് നടത്തിയിട്ടുണ്ട്. കേരളക്കരയിൽ നിന്ന് ഉത്ഭവിച്ച സാഹിത്യോത്സവ് ഇന്ന് ഗ്ലോബൽ തലത്തിൽ തന്നെ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു സാഹിത്യോത്സവന് ഇത്രക്കും പ്രസക്തി നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ലോകത്ത് ഒരുപാട് കലാകാരന്മാരും ചിന്തകന്മാരും സാഹിത്യകന്മാരും കടന്നുപോയിട്ടുണ്ട്. അവർ അന്ന് അവരുടെ തൂലികയുടെ തുമ്പിലൂടെ ഉതിർന്നു വീണ അക്ഷരത്തുണ്ടുകൾ അന്നത്തെ ഭരണാധികാരികൾക്ക് വിറങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അന്നത്തെ സാഹിത്യകാരന്മാരുടെ സാഹിത്യങ്ങൾ, എഴുത്തുകാരുടെ രചനകൾ ഒരു ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കാനും ഭരണകൂടത്തെ താഴെ ഇറക്കാനും അവരുദ്ദേശിക്കുന്ന ഭരണകൂടത്തെ സംസ്ഥാപിച്ചെടുക്കാനും അവർക്ക് സാധിച്ചെടുക്കും. സാഹചര്യത്തില് എഴുത്തുകാരന്മാരെയും കലാകാരന്മാരെയും ചിന്തകന്മാരെയും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഭൂരിപക്ഷ വിഭാഗവും അരാജകത്വത്തിന്റെ കൊടും വനത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നതിന് വേഗത കൂട്ടുന്ന സാഹിത്യകന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകേണ്ടിടത്ത് ഒരു പ്രസക്തിയുമില്ലാത്ത ചില പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് അതിനെ ഊതി വീർപ്പിച്ചുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റിയെടുക്കുകയാണ് ഇന്നത്തെ ചിന്തകന്മാർ ചെയ്യുന്നത്. നമുക്കറിയാം,
നമ്മുടെ ചാനലുകളിൽ നടക്കുന്ന അന്തിമ ചർച്ചകളിൽ നമ്മുടെ സമൂഹം നേരിടുന്ന എത്രയെത്ര പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ കേവലം പേരിന് മാത്രം തൊട്ടുകൂട്ടിയിട്ട് അവർ ഏതോ ഒരു കാര്യവുമില്ലാത്ത, ഒരു പ്രസക്തിയുമില്ലാത്ത ചില പ്രശ്നങ്ങൾ മാത്രമാണ് അവർ ഉന്നയിക്കുന്നത്, അവർ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ സമൂഹവും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ലഹരി എന്നുള്ളത്. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും സ്വന്തം കൂടപ്പിറപ്പിനെയും ഇല്ലാതാക്കാനുള്ള ഒരു മാനസിക രീതിയിലേക്ക് വിദ്യാർത്ഥികളെ പടുത്തുയർത്തുന്ന ഈ ലഹരി എന്ന മാഫിയ, ആ മാഫിയെ വിലങ്ങിടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടിടത്ത് കേവലം അതൊന്ന് തൊട്ടുകൂട്ടിയിട്ട് ഇന്ന് ചർച്ച ഇന്ന് ചാനലുകളെ ഇല്ല. അവർ എല്ലാം തികഞ്ഞവരാണെന്നാണ് ഇന്ന് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ പേരെടുത്ത് ആരെയും വിശേഷിപ്പിക്കുന്നില്ല. ഇന്ന് കേരളത്തില് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർ അവർ ചില ഒച്ച വസ്തുക്കളെ കൊണ്ട് വേദിയെ കൈക്കലെടുക്കുമ്പോൾ ചില വിഷയങ്ങളിൽ മാത്രം സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് ശരിയാണ്. പക്ഷേ ആ കലാകാരന്മാരുടെ ജീവിതത്തിലേക്ക് എടുത്തുപോയി നോക്കിയാൽ ഒരു വിദ്യാർത്ഥിക്ക് റോൾ മോഡലാക്കേണ്ട ഒരു വസ്തുവും ആ കലാകാരന്മാരിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് പോലും ആ കലാകാരന്മാരെ എല്ലാം കൊണ്ടും വെള്ളപൂശിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ സമൂഹം ത്യാഗം സഹിക്കുമ്പോൾ ആ സമൂഹത്തിനോട് പറയാനുള്ളത്, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കലാകാരന്മാരെ ആരെയാണ്? ഈ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന, ഈ സമൂഹത്തിന് വേണ്ടി ആലോചിക്കുന്ന, എല്ലാം കൊണ്ടും തികഞ്ഞതായ വിദ്യാർത്ഥി പടയെ നിങ്ങളൊന്ന് ആവിഷ്കരിച്ചെടുക്കുക, അവരിൽ നിന്ന് സംസ്ഥാപിച്ചെടുക്കുക. എന്നാൽ സമൂഹമേ, നമുക്കൊരു കാലത്ത് സന്തോഷിക്കാനാകും. കാരണം ഈ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നത്തെ സർഗാത്മകമായിട്ട് അതിനെ നേരിടാൻ, ഒരു സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തെ സർഗാത്മകമായിട്ട് നേരിടാൻ ഉതകുന്ന ഒരു വിദ്യാർത്ഥി പടയെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ സമൂഹമേ നമുക്ക് സാധിച്ചെടുക്കണം. അതിനുള്ള നെട്ടോട്ടമാണ് SSF ചെയ്യുന്നത്. ഈ സാഹിത്യോത്സവങ്ങൾക്കായിട്ട് ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സാഹിത്യോത്സവത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്ടർ തലത്തിലും മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും എല്ലാ വർഷവും സാഹിത്യോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SSFന്റെ വിവിധ കമ്മിറ്റികൾക്ക് കീഴിലായി നമ്മൾ മദ്രസയിൽ സാധാരണ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരിപാടികൾക്ക് കുട്ടികൾക്ക് നടത്താനുള്ള അവസരമുണ്ട്. ഇസ്ലാമികമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കലാപരിപാടികളാണ് SSFന്റെ സാഹിത്യോത്സവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചിട്ടയോട് കൂടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും നമ്മുടെ ചെറിയ കുട്ടികളുണ്ടാകുന്ന കല, അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ചില ആളുകൾക്ക് പ്രസംഗിക്കാനായിരിക്കും ഏറ്റവും നന്നായിട്ടുള്ള കഴിവ്, ചില ആളുകൾക്ക് പാട്ട് പാടാനായിരിക്കും ഏറ്റവും നന്നായിട്ടുള്ള കഴിവ്, ചില കുട്ടികൾക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു വിഷയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് എഴുതാനായിരിക്കും ചില കുട്ടികൾക്ക് കഴിവ്. വിവിധ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാം പ്രോത്സാഹനമായിട്ടുള്ള രീതിയിലുള്ള സമ്മാനങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കൊടുത്തുകൊണ്ടാണ് SSF സാഹിത്യോത്സവം ക്ലസ്റ്റർ തലം മുതൽ തുടങ്ങിയിട്ട് അഖിലേന്ത്യാ തലം വരെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. 32 വർഷം പിന്നിടുമ്പോൾ വ്യത്യസ്തമായ ഒരുപാടേറെ മത്സരങ്ങൾ നമ്മുടെ സാഹിത്യോത്സവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് AI ടെക്നോളജി കൂടി വന്ന കാലമാണ്. ഈ വർഷത്തെ സാഹിത്യോത്സവിൽ AI സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരങ്ങൾ കൂടെയുണ്ട് എന്ന്
സാഹിത്യോത്സവിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളാഞ്ചേരി ഡിവിഷന്റെ എല്ലാവിധ സന്തോഷങ്ങളും ഈ സംഗമത്തിന് ആശംസയായി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.